ഇന്നലെ നടന്ന ഒരു രസകരമായ സാക്ഷ്യമുണ്ട്. അദ്ദേഹം ഉടമ്പടിയിലല്ല, പക്ഷേ നമുക്ക് അനോണിമസ് ആയിട്ട് നമുക്ക് കവനൻ്റിലാകാൻ പറ്റും. അനോണിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിതമായിട്ട് പ്രകടിതമായിട്ട് അറിയപ്പെടാതെ കവനൻ്റ് പ്രഖ്യാപിക്കാതെ തന്നെ നമുക്ക്, അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത്. പുള്ളിയുടെ പേര് രാജീവ് ശിവനന്ദൻ, കായംകുളത്ത് നിന്നുള്ള സാക്ഷിയാണ്. അദ്ദേഹം ഒരു മർച്ചൻ്റ് നേവി സെക്യൂരിറ്റി ഓഫീസറാണ്, സുരക്ഷാ വിഭാഗം തലവനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഇഷ്ടമാണ്, ക്രിസ്തുവിനെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ആരും എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ കുരിശുരൂപം നോക്കിയാണ് അത് പഠിച്ചത്. കുരിശുരൂപം നോക്കുമ്പോൾ ഒരു നിഷ്കളങ്കനായ ഒരു ആൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും പീഡിപ്പിക്കപ്പെടില്ല എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സങ്കടം വരും. അന്ന് മുതൽ എനിക്ക് ക്രിസ്തുവിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് പുള്ളി പറയും, എനിക്ക് ചില സമയത്ത് തോന്നുന്നു, എനിക്ക് വട്ടായിട്ടൊക്കെ തോന്നും. കാര്യം ഞാൻ ക്രിസ്തുവിനോട്, എൻ്റെ മനസ്സിലുള്ള ക്രിസ്തുവിനോട് ഞാൻ എൻ്റെ കപ്പൽ യാത്രയിൽ ഘോര സമുദ്രത്തിൽ ഞാൻ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ, മുകളിൽ ആകാശവും താഴെ കടലുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കും. ഞാൻ സംസാരിക്കണ എല്ലാം ക്രിസ്തുവിനോടാണ് സംസാരിക്കണത്. അപ്പോൾ ഞാൻ തന്നെ ഓർത്തത്, എന്ത് ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അൺനോൺ ക്രൈസ്റ്റ് ഓഫ് ഹിന്ദുയിസം എന്ന് കേട്ടിട്ടുണ്ട്. ബുക്കാണത്, റൈമണ്ട് പണിക്കറിൻ്റെ ഒരു പ്രഖ്യാതമായ പുസ്തകമാണ്. അതായത് ഹൈന്ദവേദികയിലെ അറിയപ്പെടാത്ത ക്രിസ്തു എന്ന്. അപ്പോൾ ഒത്തിരി ഒരു മനുഷ്യർ പ്രഖ്യാപിതമായ റിലിജൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ ആരിഷ്ടപ്പെടുന്നുവോ അവർ ക്രിസ്തു ഇഷ്ടപ്പെട്ടിട്ട് ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം രൂപീകരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ബൈബിളിൽ. ബൈബിൾ മാത്രമല്ല, മനുഷ്യൻ്റെ അനുഭവ ജീവിതത്തിലും. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ ഒരു ദിവസം ഇത്രയും ഒരു ബന്ധം ക്രിസ്തുവായിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്തു വഴിയാണ് മാതാവിലേക്ക് വന്നത്. നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അമ്മ വഴി മാതാവിലേക്ക്, അമ്മ വഴി ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുമെന്നാണ്. ഇത് നേരെ ഡൗണ്ടായിട്ടുള്ള നേരെ താഴേക്കുള്ളൊരു സഞ്ചാരമാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുവിൻ്റെ അമ്മയെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇന്നലെ പറഞ്ഞത്, ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്, അതായത് അദ്ദേഹം ഘോര സമുദ്രത്തിലൊരു മൺസൂൺ ടൈമാണ്. മൺസൂൺ ടൈം നമുക്കറിയാമല്ലോ, ജൂൺ ജൂലൈ മാസം. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നേവിയാണ്, മർച്ചൻ്റ് നേവി. അതിൻ്റെ ഷിപ്പ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത്. തെക്ക് പടിഞ്ഞാറോട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. തെക്ക് പടിഞ്ഞാറെന്നല്ലേ മൺസൂൺ വരണത്. അപ്പോൾ വലിയ തിരകൾ ഉയർന്ന് പൊങ്ങിയിട്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റാതെ വരും. പക്ഷേ ആ ചാർട്ടേഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയത് കാരണം പോകാതിരിക്കാനും പറ്റിയില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുവേ, നമുക്കറിയാം പോയാൽ അപകടമാണ്, പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ത്രിസംഗുവിൽ നമ്മൾ ചെന്ന് ചാടും. ഈ ത്രിസംഗുവിൽ ചെന്ന് ചാടിയാലും ക്രിസ്തു തന്നെയാണ് നമുക്കൊരു പരിഹാരം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു, ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഉടമ്പടിയുടെ ഏറ്റവും ശക്തമായ വചനമാണ് ക്രിസ്തു എല്ലാമാണെന്നുള്ളത്. അതായത് സർവ്വസാധ്യതകളിങ്ങനെ അതായത് ഒരു കോടി ജന്മങ്ങൾ, ഒരു കോടി ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ മനുഷ്യരും ഉണ്ടാകുന്ന ഓരോ സാധ്യതയ്ക്കും അവസ്ഥകൾക്കും ക്രിസ്തു മറുപടിയാണ്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഭാവാ സ്നേഹരാജാവേ. സന്തോഷത്തിൽ പാടുക. ഭാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ സന്തോഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പരമദിവ്യകാരുണ്യത്തിന് അദ്ദേഹം പറയണത്, ഞങ്ങൾ 23 പേരുണ്ട് ഷിപ്പിലെ. ഞങ്ങൾ തെക്ക് പടിഞ്ഞോട്ട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടലിങ്ങനെ മല പോലെ ഇങ്ങനെ കപ്പലിന് മുകളിൽ ഉയർന്നു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലേ, കപ്പലിന് മേലെ മല ഉയർന്നു വന്ന് നമ്മളതിൻ്റെ യൂട്യൂബിൽ അത്തരം വീഡിയോസ് കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല പോലെ ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പം നമ്മൾ ഈ കപ്പലും അതുപോലെ തന്നെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ജലത്തിൻ്റെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ആ മല പെട്ടെന്ന് പുറകിലേക്ക് പതിഞ്ഞു പോകുമ്പോൾ പെട്ടോ എന്നും പറഞ്ഞ് കപ്പൽ താഴേക്ക് വീഴും, ചിലപ്പോൾ കണ്ടിച്ചും പോകും. അപ്പോൾ ഒത്തിരി കടൽ പരിചയമുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് കിടുകിടുത്തു പോയി, ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് തോന്നി. കാര്യം പിന്നീട് അവിചാരിതമായിട്ട് വലിയൊരു കടൽത്താരിലേക്കാണ് ഞങ്ങൾ പോണത്. അത് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായതാണ്, പണ്ടുണ്ടായിരുന്നതല്ല. ജിയോഗ്രഫിക്കൽ മാപ്പ് നോക്കുമ്പോൾ, ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ അവർക്ക് ചുഴികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ ചെയ്ത പോലെ, ഗൂഗിൾ നമുക്ക് എഴുതി വരത്തില്ല, അതുപോലെ കടലിലും ചുഴികൾ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് പുതുതായിട്ട് കാറ്റ് വന്നപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ട പാതാള ചുഴിയുടെ വക്കിൽ പോയി കപ്പലെത്തും. കപ്പലെത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് കപ്പലിൻ്റെ യന്ത്രം നിന്നു പോകും. അപ്പം മനസ്സിലായി, യന്ത്രം നിന്ന് പോയാൽ പിന്നെ ചുക്കാനൊന്നും പ്രവർത്തിക്കത്തില്ല, തിര തട്ടി നശിപ്പിച്ച് എല്ലാം മുക്കിക്കളയും. അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പോൾ ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ അകത്ത്, അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാദ്യമായിട്ട് ചങ്കെ കൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ട് കയറി ചുറ്റിന്. അപ്പോൾ മനസ്സിലായി മുങ്ങിപ്പോയി കപ്പലെന്ന്, ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് തങ്ങളെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പോവുകയാണ്, അദ്ദേഹം കരയുന്നുണ്ട്, ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ്. അപ്പോൾ മാതാവിനെ വിളിച്ചത്, ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റ കരച്ചിൽ. പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം വെളുത്ത് നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ആകാശം കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി ഞങ്ങളെ മാതാവ് ചുഴിയെന്ന് കരകയറ്റിയെന്ന്. കൈയടിച്ച് കർത്താസുടലി അപ്പൊ നീ എന്ത് ചുഴിയിലായാലും മരണച്ചുഴിയിലായാലും നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. ഈ മനുഷ്യൻ അതാണല്ലോ പറയണത്, ഞാൻ ക്രിസ്തുവുമായി ആരും എന്നെ പഠിപ്പിക്കാതെ എന്നോട് പറഞ്ഞു തരാതെയും ഞാൻ സ്നേഹത്തിലായിരുന്നെന്നാണ്. അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്നറിയാവോ? ഇത് ഉടമ്പടി കാര്യം എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല, ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല. നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതിയിട്ടിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് അതിന് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല, മറിച്ചൊരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ്. അതിനകത്ത് വൈകാരികം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ്. ഈശോ എന്നാ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന വചനം പാലിക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 14:23 യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് മറ്റെല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ്, തനത് വാഗ്ദാനം. വേറെ ഒന്നിൻ്റെ അകത്ത് ഈ വാഗ്ദാനമില്ല. എന്താ പറയണത്? യോഹന്നാൻ 14:23 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. പ്രസൻസ് ആണ് അവിടെ പറയണത്. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. നിങ്ങൾക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും.
ഇതിനാണ് ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്നത്. ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരണത്. അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ വചനവും ചുമന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല. വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ ഒരു ബന്ധമാണ്. കൈയിടിച്ച് കർത്താൻ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. അതായത് ഈ ഒരു നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ ഒരു ബന്ധം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം, വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹോഷ്മളമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡസൻ വർക്കിറ്റ്. മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കണം? ഈശോ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എൻ്റെ വചനം പാലിക്കും. അപ്പോൾ വചനം പാലിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ട്. ഒരു മോള് അവൾ എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരുമല്ലോ, എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന അതിൻ്റെ രേഖകളും എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും. എന്താണ്? അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം. ഞാൻ അപ്പീലിന് പോവുകയാണ്. കീഴ്ക്കോടതിയിൽ നിന്ന് ഞാൻ തോറ്റു, അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ്. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് അപ്പോൾ ഈശോ പറയുന്നുണ്ട് എന്തോ പന്തികേടിൻ്റെ ഉണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല. അവളുടെ ഊഴമായപ്പോൾ അവളുടെ തലയെ കൈവച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? നിങ്ങൾക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു ഈ മകൻ്റെ ഇളയ മകനുണ്ട്, ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് 2 മകനുണ്ടല്ലേ? ശരി, ആ 2 മകനുണ്ട്. ശരി, അപ്പോൾ നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അയാൾക്ക് മക്കളൊന്നുമില്ല, മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്പടി കള്ളി എന്താ തോന്നുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമായി അല്ലേ? ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂത്ത മകൻ അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട്, കോടതി അവൻ ധരിപ്പിച്ചു. അപ്പോൾ നിയമപരമായിട്ട് പോകാം. ഇവൾ വിടത്തില്ല, ഇവൾ ഹൈക്കോടതി പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. ആ മനുഷ്യനെ വഴിയാതെ ഗതികിട്ട പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് അയാളുടെ 2 കുഞ്ഞുങ്ങളെ അടിച്ചെടുത്ത്. മനസ്സിലായില്ലേ? ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഒരു കുഞ്ഞിനെയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവളുടെ ചെവിയിൽ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിൻ്റെ അന്ത്യം നീ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന്. വേറെ എന്താ രഹസ്യം? വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം. പോരെ? പണിയായില്ലേ? അത് സ്നേഹമില്ല. ഉടമ്പടിയെപ്പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി എടുക്കുമ്പോഴെന്താ പ്രശ്നം? എങ്ങനെയാണ് ദൈവം വസിക്കണത്? കർത്താവ് എന്ത്? ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ. നിങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആവുന്ന, എല്ലാം പോക്കാകേ ഉള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഇത് സ്നേഹത്തിന് നിരക്കണതാണോ, ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണി മേടിച്ച പോലെയാകും. കാര്യം നീ എന്തുമാത്രം ദുഷ്ടയാണ്, എന്തുമാത്രം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായ തെളിവ് കൊടുക്കുകയാണ്. മനസ്സിലായ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
നമ്മുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതാണ് ഈശോ പറയണത്. എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ, പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്റെ വചനം പാലിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വസിക്കും. അപ്പോൾ ഈ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനത്തിൻ്റെ പ്രത്യേകത, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ആ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല. ചെവി ഉണ്ടായാൽ കേൾക്കാം, ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം. വചനം കേൾക്കുന്നതും വചനം സ്വീകരിക്കുന്നതും രണ്ട് കാര്യമാണ്. വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം. വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി. നമുക്ക് വചനം കേൾക്കാൻ പറ്റും. പക്ഷേ അത് ഡസൻ വർക്ക് ഇറ്റ്. പിന്നെ എന്താ ചെയ്യണത്? വചനം സ്വീകരിക്കണത് എങ്ങനെയാണ്? ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ, പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം സ്വീകരിക്കും. അപ്പോൾ ആദ്യം ഇത് ബേസിക് എന്താണ്? ഇതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ, നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അല്ലാതെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് IELTS പാസ്സാകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, PR കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ, കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും. ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല. ദൈവത്തെ സ്നേഹിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കണ പോലെ അല്ല. അപ്പം കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അമ്മയെ സ്നേഹിക്കണ പോലെ അല്ല, അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഭാര്യയെ സ്നേഹിക്കണ പോലെ അല്ല, ഭാര്യ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാലിക സ്നേഹമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ. നിങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ.